ഹലോ ഹായ് ഗൈസ് ചങ്സ്, ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ടു ഓൾ. അതേടോ, കണ്ണുമിഴിച്ച് നോക്കണ്ട, ഇന്നാണ് ആഗോള ചങ്ങാത്ത ദിനം. നമ്മളൊക്കെ തിരഞ്ഞെടുക്കുന്ന കുടുംബമാണ് ചങ്ങാതികൾ. നല്ല കാര്യങ്ങൾക്ക് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന കൂട്ടുകാരായി മാറാൻ ഓർമ്മിപ്പിക്കുന്ന ദിനമാണിത്. എന്നാൽ പിന്നെ ഇത്തവണ 2 ടാസ്ക് ആയാലോ? ലഹരി ഉപയോഗിക്കുന്ന ചങ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരു ശ്രമം നടത്താവുന്നതാണ്. പിന്നെ വിദേശ പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചതിക്കുഴിയിലൊന്നും പോയി പ്ലിങ്ങോന്നങ്ങ് ചാടാതെ അവരെ 24 സ്റ്റഡി എബ്രോഡിലേക്ക് അങ്ങ് പറഞ്ഞു വിട്ടേക്കണം. എന്നാ പിന്നെ ഹെഡ്ലൈൻസിലേക്ക് അങ്ങട്. മാലിന്യ സംസ്കരണത്തിനായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്. 1,00,000 വിദ്യാർത്ഥികൾക്ക് 1,500 രൂപ വീതം സ്കോളർഷിപ്പ് നൽകുമെന്ന് മന്ത്രി എം പി രാജേഷ്. മാലിന്യ സംസ്കരണത്തിന് പുതുമയുള്ളതും നേതൃപരവുമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പിന് അർഹരാകും. IIM ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനത്തിനുള്ള കോമൺ അഡ്മിഷൻ ടെസ്റ്റിനുള്ള രജിസ്ട്രേഷൻ നടപടി ആരംഭിച്ചു. സെപ്റ്റംബർ 13 വൈകിട്ട് 5 വരെ രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്കൂൾ അവധിമാറ്റം ആവശ്യപ്പെട്ടുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യാപക ചർച്ച. മഴക്കാല അവധിയെ എതിർത്ത് ഭൂരിപക്ഷം. കടുത്ത ചൂടിൽ ക്ലാസ് നടക്കുന്നത് പഠന നിലവാരത്തെയും കുട്ടികളുടെ ആരോഗ്യത്തെയും ബാധിക്കുമെന്ന് കൂടുതൽ പേരും. കൺസെഷൻ ടിക്കറ്റിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ അപമാനിക്കപ്പെടാൻ പാടില്ലെന്ന് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. പ്രതികരണം എഴുത്തുകാരൻ PS റഫീഖിന്റെ സമൂഹ മാധ്യമ പോസ്റ്റിനു പിന്നാലെ. മോശമായി പെരുമാറുന്ന ബസ് ജീവനക്കാർക്കെതിരെ കർശന നടപടി. നിയമലംഘനം ആവർത്തിച്ചാൽ നല്ല നടപ്പും ബോധവൽക്കരണ ക്ലാസുകളും നിയമപരമായ ശിക്ഷകളും നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കും. ഫോണിലൂടെ പരാതി അറിയിക്കാം. താഴെ കാണുന്ന ഗൂഗിൾ ഫോമും ഉപയോഗിക്കാം. ഇനി നമുക്ക് മലാപ്പറമ്പ് ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിലേക്കൊന്ന് പോയാലോ? ലാബും വർക്ക്ഷോപ്പും ഡ്രോയിങ് ഹോളും ഒക്കെയായി മൊത്തത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനം നൽകുന്ന ഇടമാണിത്. ഇവിടുത്തെ വിശേഷങ്ങളുമായി എത്തുന്നത് 24-ലെ നമ്മുടെ പുതുമുഖമായ ഗോകുൽ K വേണുഗോപാലാണ്. കോഴിക്കോട് ജില്ലയിലെ ഏക വനിതാ പോളിടെക്നിക് കോളേജിലാണ് 24 ന്യൂസ് സംഘം ഇന്നെത്തിയിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തിൽ നിന്നും 4 കിലോമീറ്റർ മാറി മലാപ്പറമ്പിലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പുതിയതായി ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല മാറ്റത്തിൻ്റെ പാതയിലാണ്. അതിനുദാഹരണം നമുക്കിവിടെ കാണാം. വനിതാ പോളിടെക്നിക് കോളേജാണെന്നതിനാൽ ഈ കലാലയത്തിന് കൂടുതൽ ഉത്തരവാദിത്തങ്ങളുമുണ്ട്. ഇതാണ് ആ കെട്ടിടം. 2018 നിർമ്മാണം ആരംഭിച്ചത്. 10 കോടിയായിരുന്നു നിർമ്മാണ ചെലവ്. 4 നിലകളിലായി നിർമ്മിച്ച ഈ കെട്ടിടം മന്ത്രി R ബിന്ദു ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. നിലവിൽ 2 കോഴ്സുകളാണ് ഇവിടെ ഉള്ളത്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗും ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസും. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് വിദ്യാർത്ഥികൾക്ക് ആശ്വാസമാകുന്നു. ഞങ്ങൾക്കിപ്പോൾ പുതിയ ബിൽഡിംഗ് വന്നു. അതിൻ്റെ പുതിയ ബിൽഡിങ്ങും പുതിയ ഡിസൈൻസും ഒക്കെ വന്നു. അപ്പോൾ നമുക്ക് പഴയതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. 3352 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 12 ലാബുകൾ, വർക്ക്ഷോപ്പ്, ഡ്രോയിങ് ഹാൾ, ലിഫ്റ്റ്, റാമ്പ്, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ എന്നിവയൊക്കെ കെട്ടിടത്തിലുണ്ട്. സ്ഥലപരിമിതികൾ മാറി അടിസ്ഥാന സൗകര്യം മെച്ചപ്പെട്ടതോടെ വിദ്യാർത്ഥികളും ഹാപ്പി. നിലവിലിവിടെ 2 കോഴ്സുകളേ ഉള്ളൂ. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗും കൊമേഴ്ഷ്യൽ പ്രാക്ടീസും ആണുള്ളത്. ക്ലാസ് മുറികൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇതുവരെ 2 കോഴ്സുകൾ നിലവിലുള്ളത്. അപ്പോൾ പുതിയ കെട്ടിടം വന്നതുകൊണ്ട് തന്നെ കൂടുതൽ ബ്രാഞ്ചുകൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നുന്നു. പുതിയൊരു ലാബിലേക്ക് വന്നപ്പോൾ സൗകര്യങ്ങളായാലും അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ആയാലും ഒക്കെയുള്ള ലഭ്യത മൂലം ഞങ്ങൾക്ക് ഒക്കെ ഇപ്പം നല്ലോണം ചെയ്യാൻ പറ്റുന്നുണ്ട്. പെൺകുട്ടികൾക്ക് ജോലി സാധ്യതകളുള്ള കൂടുതൽ കോഴ്സുകൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന പ്രതീക്ഷ പ്രിൻസിപ്പൽ ഇൻചാർജ് TS ജയശ്രീ പങ്കുവെക്കുന്നു. ഒരു കമ്പ്യൂട്ടർ ലാബ് എന്ന ആവശ്യവും കോളേജിനുണ്ട്. ഇവിടെ ഒരു നല്ലൊരു കമ്പ്യൂട്ടർ സെന്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്ലേസ്മെൻറ്റിൻ്റെ ഒരു കാര്യത്തിനാണെങ്കിലും പിന്നെ നമുക്ക് കുട്ടികൾക്ക് JEE എക്സാമിനേഷൻ, നമ്മളുടെ ഇവിടുത്തെ കുട്ടികളല്ല, നമ്മളുടെ പുറത്തുള്ള കുട്ടികൾക്ക് JEE എക്സാമിനേഷൻ, നീറ്റ് എക്സാമിനേഷൻ, കീം എക്സാമിനേഷൻ ഇങ്ങനെയൊക്കെ ഇവിടെ നടത്താൻ പറ്റുമോ, അതൊരു ഓൺലൈൻ സെൻറ്റർ നമുക്കിവിടെ തരുമോ എന്ന് ചോദിച്ചിട്ട് കുറേയധികം നമുക്ക് എൻക്വയറീസ് വരാറുണ്ട്.
വിവിധ മേഖലകളിലെ വനിതാ പങ്കാളിത്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിനോട് ചേർത്തുവെക്കാൻ നിരവധി ആളുകളെ സംഭാവന ചെയ്യാൻ മലാപ്രമ്പ വനിതാ പോളിടെക്നിക് കോളേജിനാവും. അതിൻ്റെ ആദ്യപടി പൂർത്തിയായി കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി 100% പ്ലേസ്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണിത്. പുതിയ കെട്ടിടവും അതുവഴി പുതിയ കോഴ്സുകൾക്കും അവസരമൊരുങ്ങുമ്പോൾ വനിതകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ക്യാമറമാൻ വിഷ്ണു കച്ചേരിക്കൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 കോഴിക്കോട്. അപ്പോൾ വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർ 24 സ്റ്റഡി എബ്രോഡ് മറക്കരുത്. പിന്നെ ഡി നോ അലാ ദ്രോഗ് എന്താന്നല്ലേ, സേ നോ ടു ഡ്രഗ്സ് എന്ന് ഫ്രഞ്ചിൽ പറഞ്ഞതാണ്. നമ്മുടെ പിള്ളേർക്ക് വേറെ ലെവലല്ലേ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീക്ക്.